ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇനി ഈ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചെമ്മീൻ റോസ്റ്റ് ഇവിടെ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഇനി കുക്കർ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ വലിയ ഒരു ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഈ ചെമ്മീൻ റോസ്റ്റിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതിനാൽ ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടുന്നതാണ്. അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നത് കാരണം അതൊന്ന് ഒരു 3-4 വിസിൽ വരെ വേവിച്ചെടുക്കുന്നതാണ്. അത് കാരണം ഒരു ഹാഫ് വേവായി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചെടുത്തതും ഞാൻ ഈ ഉള്ളിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവ രണ്ടും നല്ലോണം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുത്താൽ മതി. ഇനി ഈ ഉള്ളിയിലോട്ട് ആവശ്യത്തിനുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി എരിവിനാവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാത്തതിനാൽ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കണം, ചെമ്മീൻ റോസ്റ്റ് ആയത് കാരണം. ഇനി ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലോണം ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇവ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം, ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ. ഇനി ഇവിടെ മീഡിയം സൈസിലുള്ള 2 പഴുത്ത തക്കാളി ജ്യൂസ് ചെയ്തെടുത്തതും ഇനി നമുക്ക് ഈ ഉള്ളിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി പേസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇത്തിരി വെള്ളം മിക്സിയുടെ ജാറിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ചെമ്മീൻ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുത്ത് ഇനി ഇവ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരെ ഈ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 4 വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.